ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന അലീനയുടെ നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക്, ഒരു ഹൈപ്പ് ഒക്കെ അടിച്ചിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കണേ. അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം അല്ലെ. അങ്ങനെ ഇന്നത്തെ ലാസ്റ്റ് സീൻ എന്ന് പറയുന്നത് നമ്മുടെ വൈജ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാൻ വേണ്ടി ചെന്നിരുന്നു കഴിഞ്ഞപ്പോൾ സംഭവിച്ചത് വേറെ ഒന്നുമല്ല. അവിടെ ഡൈനിങ് ടേബിൾ ഒന്നുമില്ല കേട്ടോ. ഒരു ചൂടുവെള്ളം പോലും ഉണ്ടാക്കി വെച്ചിട്ടില്ല. നമ്മുടെ മനു വന്ന് ചോദിച്ചു. അപ്പൊ മനു വന്ന് ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ വൈജ കാര്യം പറഞ്ഞു. കിച്ചണിലൊക്കെ നോക്കിയപ്പം അവിടെ ഒന്നും ഒരു സാധനവും ഇരിപ്പില്ല. ഈ സമയത്ത് വൈജ എന്ത് ചെയ്യുന്നു? നേരെ പോവുകയാണ്. നമ്മുടെ കമലയോട് കാര്യം ചോദിക്കണമല്ലോ. കമല ഇതുവരെ എണീറ്റില്ലല്ലോ. ഇപ്പൊ ചത്തോ ജീവിച്ചിരിപ്പുണ്ടോ എന്നൊന്നും അറിയത്തില്ലല്ലോ. നേരെ റൂമിലേക്ക് ചെന്നിട്ട് കമലയടത്തി. അപ്പൊ കമല ഇങ്ങനെ നീണ്ടു നിവർന്ന് അവിടെ കിടപ്പുണ്ട് കേട്ടോ. കമലയടത്തി എന്താ ഇവിടെ ഇങ്ങനെ കിടക്കുന്നത്? അല്ല, കിച്ചണിലൊന്നും ഇതുവരെ ഉണ്ടാക്കിയില്ലല്ലോ. സമയം എത്രയായിന്ന് ഓർത്തോണ്ടാ? സമയം 9 മണിയാകാൻ പോകുക. ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കണ്ടേ എന്ന് ചോദിച്ചപ്പം അത് പിന്നെ വൈജെ, ഞാനേ ഇന്നേ ഉപവാസം അങ്ങ് എടുക്കാൻ തീരുമാനിച്ചു. ഉപവാസമോ? എന്തിന്? പിന്നെ ഇടയ്ക്ക് ഉപവാസം ഒക്കെ എടുക്കുന്നത് നല്ലതാണെന്നേ കേട്ടിട്ടില്ലേ? ഉപവാസം എടുക്കുന്നതിനെ കുറിച്ച്. അതൊരു പുണ്യപ്രവൃത്തി തന്നെയാന്ന് പറഞ്ഞപ്പോഴത്തേക്കും അതിന് ഇവിടെ അമ്മയ്ക്കും അതുപോലെ തന്നെ എനിക്കും ഒക്കെ ആഹാരം കഴിക്കണ്ടേ? അല്ല, കമലയിടത്തെ ഉപവാസം എടുക്കുന്നതിന് ഓക്കെ, കുഴപ്പമില്ല, പക്ഷെ ഞങ്ങൾക്ക് കഴിക്കണ്ടേ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഈ ഉപവാസം എടുക്കുന്നത് ഞാൻ മാത്രമല്ല, നിങ്ങളും കൂടെ ചേർന്ന് എടുക്കണം. എത്ര ഉപവാസം എടുത്തിരിക്കുന്നു നമ്മുടെ ഗാന്ധിജി. എത്ര സത്യാഗ്രഹം കിടന്നിരിക്കുന്നു. എങ്ങനെയാണ് ഗാന്ധിജി സത്യാഗ്രഹം കിടന്നത്? ഉപവാസം എടുത്തോണ്ടാ കിടന്നത്. എത്ര വലിയ മനുഷ്യരെ ഉപവാസം എടുത്തിരിക്കുന്നത്. പിന്നെ എന്താ വൈജ, നമുക്ക് ഉപവാസം എടുത്താൽ കുഴപ്പമിരിക്കുന്നത്? ഞാൻ ഇന്ന് ഏതായാലും ഉപവാസം എന്ന് പറഞ്ഞപ്പം ഒരു കാര്യം ചെയ്യേ, കമലയിടത്തി ഉപവാസം എടുത്തോ, എനിക്കേ ഉപവാസം എടുക്കാൻ തീരെ താല്പര്യമില്ല, ഞാനേ ഉപവാസം എടുക്കുന്നില്ല എന്നും പറഞ്ഞ് നേരെ പോവാണ്. ഇനിയിപ്പൊ തന്നെ പാചകം ചെയ്ത് തിന്നാൻ അല്ലാതെ വേറൊന്നും നമ്മുടെ വൈജയ്ക്ക് പറ്റത്തില്ലല്ലോ. ഏതായാലും വൈജ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും കമലയാണെങ്കിൽ എന്റെ കൈയും കൊണ്ട് ഉണ്ടാക്കിയിട്ട് ഇന്ന് നിങ്ങൾ കഴിച്ചത് തന്നെ മതി. കുറച്ച് ദിവസം ആയാലോ എന്റെ കൈയും കൊണ്ട് ഉണ്ടാക്കി അങ്ങ് കഴിക്കാൻ തുടങ്ങിയിട്ട്. ഇന്ന് തന്നെ അടുക്കളയിൽ പോയി കിടന്ന് കഷ്ടപ്പെടാം. അടുക്കളയിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടെന്ന് ഒന്ന് അറിയട്ടെ എന്ന്. ഈ സമയത്ത് നമ്മുടെ വൈജ നേരെ കിച്ചണിലേക്ക് ചെന്നു. അപ്പം മനു അവിടെ ഉണ്ടായിരുന്നു. മനു ചോദിച്ചു, അല്ല അമ്മേനെ നോക്കാൻ പോയിട്ട് എന്തി? അമ്മ റൂമിനകത്തുണ്ടോ? നിന്റെ അമ്മ ഇവിടെ റൂമിനകത്ത് കിടപ്പുണ്ട്. നിന്റെ അമ്മയെ ഉപവാസം. അല്ല, ഇതിനു മുമ്പ് നിന്റെ അമ്മ ഇവിടെ ഉപവാസമൊക്കെ എടുത്തിട്ടുണ്ടോ? അത് പിന്നെ ഇവിടെ ഇതുവരെ ഉപവാസമൊന്നും എടുത്തിട്ടില്ല. ഒരു നോയമ്പ് പോലും അമ്മ ഇവിടെ എടുക്കാറില്ല. പിന്നല്ലേ ഉപവാസം. എന്നാ പിന്നെ ഇന്ന് നല്ലൊരു ഉപവാസം എടുത്തിട്ടുണ്ട്. ഏതായാലും നിന്റെ അമ്മയോട് പോയി പറഞ്ഞേരെ, തന്നെ ഉപവാസം എടുത്തോണ്ട് ഇവിടെ ഇരുന്നാ മതിയെന്ന്. ഞാനേ എന്തെങ്കിലും വെച്ചുണ്ടാക്കി കഴിച്ചോളാം. എനിക്കിനിയിപ്പോ ആരുടെയും സഹായമൊന്നും ഒരാവശ്യമില്ല. അങ്ങനെ ഈ വൈജയെ തോപ്പിക്കാനേ ആരും നോക്കണ്ട എന്ന് പറഞ്ഞിട്ട് കിച്ചണിലേക്ക് കയറി. ഏതായാലും നമ്മുടെ മനു ഇതൊക്കെ കേട്ടിട്ട് ചിരിച്ചോണ്ട് ഇറങ്ങി വന്നിട്ട് ഇനി എന്തൊക്കെ കണ്ടാലേ എന്റെ ഈശ്വര എന്നോർത്തിട്ടാണ് മനു നിൽക്കുന്നത്. ഏതായാലും ഈ സമയത്ത് നമ്മുടെ മനു നേരെ ചെല്ലുന്നുണ്ട് കമലയുടെ അടുത്തേക്ക്. അമ്മ എന്ത് പരിപാടി അമ്മ ഈ കാണിക്കുന്നത്? ഉപവാസം എന്നു മുതൽ അമ്മ ഈ ഉപവാസം എടുക്കാൻ തുടങ്ങി എന്ന് ചോദിച്ചപ്പം ഇന്ന് മുതൽ ഞാൻ ഉപവാസം എടുക്കാൻ തുടങ്ങി. ഇനി ഇന്ന് മുതൽ ഉപവാസം എടുക്കും. എന്തേ, നിനക്ക് എന്താ പ്രശ്നം? നിനക്ക് ഉപവാസം എടുക്കണമെങ്കിൽ നിനക്കും എടുക്കാന്ന് പറഞ്ഞപ്പം ആയിക്കോ. ഈ ഉപവാസത്തിന്റെ പിന്നിലെ കഥകളും കളികളും ഒക്കെ എന്താണെന്നേ എനിക്ക് നന്നായിട്ട് അറിയാം. ഈ ചില അമ്മായിയമ്മമാര് മരുമക്കളോട് കാണിക്കുന്ന ഈ പോരുണ്ടല്ലോ, അതെ, വളരെ മോശമാ. ഇപ്പൊ ആരെങ്കിലും അങ്ങനെയൊക്കെ ചെയ്യുമോ എന്ന് ചോദിച്ചപ്പം അമ്മായിയമ്മയുടെ മരുമകളുടെ പോരിനെ കുറിച്ചൊന്നും നീ എന്നോട് പഠിപ്പിക്കണ്ടേ, എന്നോട് പഠിപ്പിക്കാൻ വരട്ടെ. എനിക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാൻ അറിയാം. നീ ഒരു കാര്യം ചെയ്യും, നീ നിന്റെ പണി നോക്കിപ്പോ. വൈജയ്ക്ക് വേണമെങ്കിൽ അവൾ ഉണ്ടാക്കി കഴിക്കട്ടെ. അവളെ കിടപ്പിലൊന്നും അല്ലല്ലോ, കിടന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയി അങ്ങോട്ട് കൊടുക്കാനായിട്ട്. അവളുടെ കൈക്കൊരു പ്രശ്നവും ഇല്ലല്ലോ. കാലും കൊണ്ട് ഏന്തി നടക്കുന്നുണ്ടല്ലോ. പിന്നെ അവളുടെ നാക്കിന് ഒരു പ്രശ്നവും ഇല്ല. അപ്പൊ തന്നെ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളൂ എന്ന് പറഞ്ഞപ്പോ, അല്ലമ്മേ, നിങ്ങൾ ഉപവാസം എടുക്കുന്നതിന് എനിക്കൊരു പ്രശ്നമില്ല, ഞാനും വേണം ഉപവാസം എടുക്കുക. അകത്ത് കിടക്കുന്ന മുത്തശ്ശി എന്ത് പഴിച്ചു എന്ന് ചോദിച്ചപ്പം മുത്തശ്ശി എന്ത് പഴിച്ചു? എല്ലാവരും പഴിപ്പിച്ചതിന്റെ ഇപ്പൊ ഇവിടെ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്, നീ മര്യാദയ്ക്ക് മാറിപ്പോക്കോ. ഞാൻ ഏതായാലും ഒന്ന് ഉപവാസം എന്ന് പറഞ്ഞു. അപ്പൊ ഇന്ന് അമ്മ ആഹാരമൊന്നും കഴിക്കുന്നില്ല. കണ്ടാ മതി, രാവിലെ മുതൽ വൈകിട്ട് വരെ അമ്മ ആഹാരം കഴിക്കില്ല, പച്ചവെള്ളം കുടിക്കൂല. അത് പിന്നെ എനിക്ക് എപ്പോ ഉപവാസം നിർത്താൻ തോന്നുന്നു അപ്പൊ ഞാൻ ഉപവാസം നിർത്തും. അങ്ങനെ പിന്നെ നമ്മുടെ വൈജ കളിച്ചും പിറക്കിയും എന്തൊക്കെയോ കാണിച്ചു കൂട്ടി, എന്തൊക്കെയോ അവിടെ കിടന്ന ബ്രെഡോ ഓംപ്ലേറ്റോ ജാമോ ഒക്കെ എടുത്തു വെച്ച് എന്തൊക്കെയോ പെരട്ടി എടുത്ത് കഴിച്ചു. ഏതായാലും കുറച്ച് കൊണ്ടുപോയി നമ്മുടെ സൗദാമിനി അമ്മൂമ്മയ്ക്കും കൊടുത്തു. അപ്പൊ സൗദാമിനിക്ക് കൊടുത്തു. എഴഞ്ഞെഴഞ്ഞാട്ടോ പോകുന്നത് നമ്മുടെ മുത്തശ്ശിയുടെ അടുത്തേക്ക്. അപ്പൊ മുത്തശ്ശി വൈജയനെ കണ്ടത്, എന്താടി ഈ ഒരു സമയത്ത് നീ ഇങ്ങനെ കൊണ്ടുവരാറുള്ളതല്ലല്ലോ, എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പം
ഓ, എന്ത് ചെയ്യാനാ. ഇന്നേ ഇവിടെ ഉപവാസോ. ആ, അതെ, അമ്മയുടെ മരുമകളെ ഉപവാസം എടുത്തിരിക്കുക. ഇത് ഉപവാസമൊന്നുമല്ല, ഞാൻ ഇവിടെ നിൽക്കുന്നതിന്റെ കണ്ണിക്കടി എന്ന് വേണം ഇതിന് പറയാനായിട്ട്. അങ്ങനെയേ എന്നെ തോപ്പിക്കാനായിട്ട് നോക്കണ്ട. അതിട്ട് നടക്കാനും പോകുന്നില്ല. ഈ വൈജിയോടാ കളി. അല്ല, എന്താ കമലയെടുത്ത് വിചാരിച്ചിരിക്കുന്നത്? ഇത് എന്റെയും കൂടെ വീടാ, അല്ലാതെ കമലയിടത്തി അങ്ങ് കമലയിടത്തിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതല്ലോ. അതും കൊണ്ട് തന്നെ ഇവിടെ കുറച്ചു ദിവസം നിൽക്കാന്നാ ഞാൻ വിചാരിച്ചത്. ഞാൻ ഇനിയിപ്പോ ഇവിടെ ഒരു മാസം നിന്നിട്ടേ പോകുന്നുള്ളൂ പറഞ്ഞപ്പോ, എന്താ വൈജ നീ പറയുന്നത്? ഒരു മാസം നീ ഇവിടെ നിൽക്കാനോ? അപ്പൊ നീ നെടുമ്പുരക്കിലേക്ക് പോകുന്നില്ലേ? ഓ പിന്നെ ഇനിയിപ്പോ അതിനെക്കുറിച്ച് പറഞ്ഞ് എന്നെ ടെൻഷൻ അടുപ്പിക്കാതിരിക്കുക. അമ്മേ, ഞാൻ നെടുമ്പുരക്കിലേക്ക് പോണെങ്കിലേ അവളുണ്ടല്ലോ, ആ പിഴച്ചവള്, അവൾ അവിടുന്ന് പോണം. അവൾ അവിടുന്ന് പോകാതെ ഞാൻ നെടുമ്പുരക്കിലേക്ക് പോവില്ല. അത് എല്ലാവരോടും ഞാൻ പറയുന്നതാ. ഇനി എപ്പോഴും എപ്പോഴും പറയണമെന്ന് ഓർമ്മിപ്പിക്കണമെന്നുണ്ടോ? അമ്മയ്ക്ക് വേണമെങ്കിൽ എടുത്ത് കഴിക്കാൻ നോക്ക്. മരുമകളോ നോക്കുന്നില്ല, മകളെങ്കിലും വന്നു നോക്കുന്നു എന്ന് ഓർക്കുക. അല്ലാതെ ഇനിയിപ്പം എന്നോട് തർക്കുത്തരം പറഞ്ഞുകൊണ്ടിരിക്കാൻ നോക്കാൻ പറഞ്ഞപ്പം, ഇടി വൈജെ, നിന്നോട് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവത്തില്ലേ? ആ പെണ്ണ് അവിടെ വന്നെന്നോർത്തോണ്ട് നിനക്ക് എന്താടി ഈ പ്രശ്നമുള്ളത്? ആ പെണ്ണ് നിന്നോട് എന്താടി ചെയ്തത്? നിനക്കറിയാമോടി, ആ രോഹിത്തും ബബിതയും ഒക്കെ എങ്ങനെ നടന്നതായിരുന്നു? ഇപ്പൊ കണ്ടോ, ആ പെണ്ണ് ബബിത കണ്ടോ, പണിയെല്ലാം പഠിച്ച് ആ പെണ്ണിപ്പോ ഒരു കുടുംബം നോക്കാറായി. സത്യം പറഞ്ഞാൽ നിന്നെക്കാളും നല്ല രീതിയിൽ ഇപ്പൊ അവള് പണി ചെയ്യും. അത് എവിടുന്ന് പഠിച്ചതാ? അലീന പഠിപ്പിച്ചതല്ലേ? അതുപോലെ രോഹിത്ത്, അവൻ എങ്ങനെ നടന്നാടി? ഇപ്പൊ വല്ലതും പറഞ്ഞാ കേൾക്കുമായിരുന്നോ? ഇപ്പൊ എന്നെ കാണുമ്പോ തന്നെ രോഹിത്തിന്റെ വിനയം നീ കാണണം. ഓ പിന്നെ അമ്മേ, അലീന പുരാണം നിർത്തിക്കോണം. അവള് എല്ലാവരെയും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കൈക്കലാക്കും. അന്ന് വെച്ച് ഞാൻ എന്താ ചെയ്യുന്നത്? അവള് പറയുന്നത് കേട്ടനുസരിച്ച് അവിടെ ചെന്ന് ഞാന് അവളുടെയും ബാലചന്ദ്രന്റെയും വാലാട്ടിപ്പട്ടിയായിട്ട് കിടക്കാനോ? എന്നെ കിട്ടത്തില്ല ഒരിക്കലും. ഈ കൈതക്കൽ കുഞ്ഞിരാമ മേനോന്റെ മകൾ വൈജയന്തി അങ്ങനെ ആരുടെയും വാലാട്ടിപ്പട്ടിയായിട്ട് നിക്കത്തില്ല. അപ്പോഴത്തേക്കും നമ്മുടെ മുത്തശ്ശി പറഞ്ഞു, നിന്നോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതെ, നിന്റെ തന്തയെ പറഞ്ഞാൽ മതിയല്ലോ. എനിക്കത് മാത്രമേ പറയാനുള്ളൂ. നീ എന്താണെന്ന് വെച്ചാൽ കാണിക്ക. സ്വന്തം ജീവിതം നശിപ്പിച്ചിട്ടാണ് നീ ഈ മുന്നോട്ടേക്ക് പോകുന്നതെന്ന് ഓർത്താൽ നിനക്ക് കൊള്ളാം വൈജെ. നീ പല കാര്യങ്ങളും മറന്നു പോകുന്നു. തല മറന്ന് എണ്ണ തേക്കരുതെന്ന് പറഞ്ഞപ്പം, അമ്മേ, ഇതെടുത്ത് കഴിച്ചിട്ട് അമ്മ അതവിടെ വെക്കുക. അത് ആരെങ്കിലും വന്ന് എടുത്തോണ്ട് പൊക്കോളും. ഞാൻ രഞ്ജിനി വല്ലതും ഇങ്ങോട്ട് പറഞ്ഞു വിട്ടേക്കാം. ഞാനേ അമ്മയുടെ ഉപദേശം കേൾക്കാൻ ഇവിടെ നിൽക്കുന്നില്ല, പോകുവാന്ന് പറഞ്ഞു നമ്മുടെ വൈജ ഞൊണ്ടി 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 ഇറങ്ങി അങ്ങോട്ട് പോയി കേട്ടോ. അപ്പോഴത്തേക്കും ആണെങ്കിൽ നമ്മുടെ സൗദാമിനി മുത്തശ്ശി, എന്റെ ഈശ്വര, ഈ കുഴിയിലേക്ക് കാലം നീട്ടി വെച്ചിരിക്കുമ്പോ ഞാൻ ഇനി എന്തൊക്കെ കാണേണ്ടി വരുമോ എന്തോ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുകയാണ്. ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബാലചന്ദ്ര മേനോന് തയ്യാറാകുകയാണ് കേട്ടോ. എവിടെ പോകാന്? നേരെ സ്റ്റാൻലിനെ കാണാനായിട്ടാണ്. സ്റ്റാൻലിയെ കാണാൻ പോകുന്നതല്ല, സ്റ്റാൻലി എവിടെയാണ്, സ്റ്റാൻലി ജീവിച്ചിരിപ്പുണ്ടോ എന്നൊക്കെ ഒന്ന് അറിയണം. അപ്പൊ അതിനു വേണ്ടിയുള്ള പുറപ്പാടാണ്. അങ്ങനെ റെഡിയായി ഇറങ്ങി ഗോവർദ്ധനെ ഫോൺ ചെയ്യാണ്. വരാറായോ ഗോവർദ്ധന എന്ന് ചോദിക്കുമ്പം, സാറേ ഞാനിവിടെ നിന്ന് ഇറങ്ങുകയാണ്. സാറേ നല്ല ബാലേട്ട, ഞാനിവിടെ നിന്ന് ഇറങ്ങുകയാണ്, ഞാൻ ഇപ്പൊ തന്നെ വരും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഫോൺ കട്ട് ചെയ്തു. ഫോൺ കട്ട് ചെയ്തിട്ട് നേരെ സ്റ്റെയർ ഇറങ്ങി വന്നതും അവിടെ അലീനയും രോഹിത്തും ബബിതയും ഒക്കെ നിപ്പുണ്ട് തയ്യാറായിട്ട്. അവർക്കങ്ങ് പോണമല്ലോ. എങ്ങോട്ടേക്ക്? എറണാകുളത്തേക്ക്, നമ്മുടെ രേവതിക്കുട്ടിയുടെ അടുത്തേക്ക്. ഇനിയിപ്പം കുറച്ച് ദിവസം രസമായിരിക്കും കേട്ടോ അവരുടെ ആ ഒരു ട്രിപ്പും. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആ വീട്ടില് സത്യം പറഞ്ഞാൽ നമ്മുടെ മാമച്ചനും ഗ്രേസിക്ക് ഈ പിള്ളേരൊക്കെ വരുന്നു ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ അവിടെ ഒരു മേളാങ്കം തന്നെ ആയിരിക്കും. അപ്പം അങ്ങനെ നമ്മുടെ ബാലചന്ദ്രൻ സ്റ്റെയർ ഇറങ്ങി വന്നിട്ട് യാത്ര പറയാൻ വേണ്ടി തുടങ്ങുകയാണ്. ഇപ്പൊ അലീന വന്നിട്ട് അച്ഛൻ റെഡിയായോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ആ റെഡിയായി. അല്ലച്ഛ, മരുന്നൊക്കെ എടുത്തായിരുന്നോ? മരുന്ന് ഞാൻ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു, ബാഗിനകത്ത് ഉണ്ടോ എന്ന് ഒന്ന് നോക്കിക്കോണെന്ന് പറഞ്ഞപ്പോ മരുന്നൊക്കെ എടുത്ത അലീനെ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അച്ഛൻ ഇങ്ങനെ എങ്ങാണ്ട് ഒരു ദിവസം ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ട് 3 ദിവസം കഴിഞ്ഞ് വന്നപ്പോ എങ്ങനെയാ വന്നതെന്ന് അറിയാലോ. അതുകൊണ്ട് മര്യാദയ്ക്ക് ഈ പോകുന്ന വേഷത്തിൽ തന്നെ ഇങ്ങോട്ടേക്ക് വരണം എന്ന് പറയപ്പോ, അപ്പൊ ഈ 3 ദിവസം ഞാൻ ഈ വേഷം തന്നെ ഇട്ട് നിക്കണം എന്നാണോ നീ പറയുന്ന അലീന എന്ന് ചോദിച്ചപ്പോ, ആ വേഷം ഞാൻ ഉദ്ദേശിച്ച ഈ വേഷമല്ല, ഈ കോലത്തിൽ തന്നെ ഇങ്ങോട്ടേക്ക് വരണം എന്നാ ഞാൻ ഉദ്ദേശിച്ചത്. ബിസിനസ്സാ, മീറ്റിംഗാ, അതാ ഇതാ, അല്ലെങ്കിൽ പിന്നെ ആരെ കാണാൻ പോയാലും ഈ രീതിയിൽ തന്നെ ഇവിടെ എത്തിയാ മതി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, അലീനെ, ഞാനൊരു കാര്യം നിന്നോട് പറയാൻ പോവാ. നിങ്ങള് എറണാകുളത്തേക്ക് പോവല്ലേ? അപ്പോഴത്തേക്കും പെട്ടെന്ന് ബബിത ചാടി, അതെ ഞങ്ങൾ എറണാകുളത്തേക്ക് പോവാ. അപ്പോഴത്തേക്കും അതിന്റെ പുറകെ കൃഷ്ണമോളും, അതെ ഞങ്ങൾ എറണാകുളത്തേക്ക് പോവാ. അപ്പോഴത്തേക്കും ആവേശം കണ്ടില്ലേ? ഇത് 3 പേരും കൂടെ പ്ലാൻ ചെയ്ത് തന്നെ ഉണ്ടാക്കിയതാന്ന് എനിക്കറിയാം. എന്നിട്ട് ഒന്നും അറിയാതെ എന്നോട് അലീന വന്ന് ചോദിക്കുകയാണ് ഞാൻ ഇവരെ കൊണ്ടുപോക്കോട്ടെ എന്ന്. എന്ത് കള്ളി അടി നീന്ന് ചോദിച്ചപ്പോഴത്തേ അലീന പറഞ്ഞു, എന്റെ പൊന്നച്ഛാ, ഞാൻ പറഞ്ഞല്ലോ, ആരും പ്ലാൻ ചെയ്തിട്ടില്ല. എന്റെ മനസ്സിൽ പെട്ടെന്ന് തോന്നുന്ന ഒരു ഐഡിയ, അല്ലാതെ ആരും പ്ലാൻ ചെയ്തിട്ടല്ല. എന്താണെങ്കിലും ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇന്നേക്ക് ഇതുവരെ ഞാനോ വൈജയോ ഇല്ലാതെ ഈ 3 പേര് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി
ഒരു 1-2-3 ദിവസം ഒന്നും താമസിക്കാൻ എവിടെയും പോയിട്ടില്ല. ഈ വൺ ഡേ ട്രിപ്പിനൊക്കെ ഈ പിള്ളേര് പോയിട്ടുണ്ടെന്നുള്ളതല്ലാതെ ഞങ്ങളുടെ കൂടെ അല്ലാതെ ഇവരെ എങ്ങോട്ടേക്കും പോയിട്ടില്ല. നിനക്ക് തന്നേക്കാണ് ഇവരെ, ഫുൾ ഉത്തരവാദിത്വം ഏറ്റെടുത്തോണം, മക്കളെ അതേപടി ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നേക്കണം. അപ്പൊ അലീന പറഞ്ഞു, അതെ, ഇവരെ 3 പേരെ നോക്കുന്ന കാര്യം ഞാൻ ഏറ്റു. മോൻ ആദ്യം സ്വന്തമായിട്ട് സ്വന്തം കാര്യങ്ങൾ നോക്കാൻ നോക്ക്. അവിടെ ചെന്ന് അതും ഇതും മറന്ന് ഗുളികയൊക്കെ കഴിക്കാതെ ഇരുന്നാ പോരാ. ആദ്യം അച്ഛന്റെ കാര്യം നല്ല രീതിയിൽ നോക്കിയിട്ട് ബാക്കിയുള്ളവരുടെ കാര്യം നോക്കിയാൽ മതി. ഇവരുടെ കാര്യം നോക്കാൻ എനിക്ക് നന്നായിട്ട് അറിയാന്ന് പറഞ്ഞപ്പോഴത്തേക്ക്, ഓഹോ, അപ്പോഴേ നീ എല്ലാം ഏറ്റെടുത്തോ? എല്ലാം ഈ അലീന ഏറ്റെടുത്തു. ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, ദേ അവിടെ ചെന്ന് ഗ്രേസിനെയും മാമച്ചനെയും വെറുപ്പിക്കാൻ നിൽക്കരുത്. ചുമ്മാ അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം അവിടെ ചെല്ലണം എന്നൊക്കെ പറഞ്ഞ് വെറുതെ വഴക്കുണ്ടാക്കരുത്. മാത്രമല്ല അവിടെ കിടന്ന് വെറുതെ ശബ്ദത്തിൽ സംസാരിക്കുകയും ചെയ്യരുത്. ഇന്ന് രാവിലെ ഞാൻ കണ്ടായിരുന്നു, ഇവിടെ ഭയങ്കര സംസാരവും നാക്കും ഒക്കെ ആയിരുന്നല്ലോ. അവിടെ ചെന്നിട്ട് ഈ സംസാരം ഒന്നും ഉണ്ടാവല്ലേ. അറിയാലോ, ബാലചന്ദ്രന്റെ മക്കളാ, അതിന്റെ മാന്യത നിങ്ങൾ കാണിക്കണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ശരി ആയിക്കോട്ടെ, അതിന്റെ മാന്യത ഞങ്ങൾ കാണിച്ചോളാമേ എന്ന് പറഞ്ഞു. ഈ സമയത്ത് നമ്മുടെ ബാലചന്ദ്രൻ എന്നാ പിന്നെ ഗോവർദ്ധനൻ വന്നെന്ന് തോന്നുന്നു, എന്നാ പിന്നെ പോവുകയാണെന്ന് പറഞ്ഞപ്പം ഗോവർദ്ധനും വണ്ടിയും കൊണ്ട് വന്നു കേട്ടോ. അപ്പൊ വണ്ടിയും കൊണ്ട് വന്നു, ഗോവർദ്ധൻ അവിടെ വന്ന് കാറ് തുറന്നു. അപ്പോഴത്തേക്കും തന്നെ നമ്മുടെ ബാലചന്ദ്രൻ മക്കളോട് യാത്രയൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങുകയാണ്. അങ്ങനെ യാത്രയൊക്കെ പറഞ്ഞ് ഇറങ്ങി കാറിനകത്ത് കയറിയിരുന്നു. ടാറ്റ ബൈ ബൈ ഒക്കെ കൊടുത്തിട്ട് അങ്ങ് പോയി. ഈ സമയത്ത് നമ്മുടെ അലീന വല്ലാത്തൊരു ചെറിയൊരു വിഷമമൊക്കെ പോലെ അലീനയ്ക്ക്. അപ്പം രോഹിത് ചോദിച്ചു, അലീന ചേച്ചിക്ക് ഇതെന്താ പറ്റിയത്? ഏയ് ഒന്നുമില്ല. അപ്പൊ കൃഷ്ണമോൾ പറഞ്ഞു, എനിക്കറിയാം അലീന ചേച്ചിക്ക് എന്താ വിഷമെന്ന്. ഇപ്പം നമുക്ക് അച്ഛനെ പിരിഞ്ഞിരിക്കാൻ വിഷമമില്ല അലീന ചേച്ചി ഉള്ളതുകൊണ്ട്. പക്ഷെ അലീന ചേച്ചിക്ക് അച്ഛനെ പിരിഞ്ഞിരിക്കാൻ വിഷമമുണ്ടല്ലേ? എന്നിട്ട് ഈ അച്ഛനെ പിരിഞ്ഞിട്ടാണോ അലീന ചേച്ചി ഇവിടുന്ന് പോണെന്ന് പറയുന്നത്? ഇങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവോ എന്ന് ചോദിച്ചപ്പം, ഏയ് അച്ഛനെ പിരിഞ്ഞിരിക്കുന്നതിന്റെ വിഷമമൊന്നും അല്ല മക്കളെ. ഇപ്പൊ അച്ഛൻ പോയത് എന്തിനാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോഴത്തേക്ക് രോഹിത് ചോദിച്ചു, എന്തിനാ ഇപ്പൊ അച്ഛൻ പോയത്? അറിയാമെങ്കിൽ പറ. അതൊക്കെ പതിയെ നിങ്ങൾക്ക് മനസ്സിലായിക്കോളും. ഇപ്പൊ ഞാൻ അതൊന്നും പറയേണ്ട ആവശ്യമില്ല. ഏതായാലും ഒരു കാര്യം ചെയ്യാം, ഇപ്പൊ വെച്ച് താമസിപ്പിക്കണ്ട, ഇത്രയും സമയമായില്ലേ, പെട്ടെന്ന് തന്നെ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം. വൈകിട്ടത്തേക്ക് നമ്മൾ അങ്ങോട്ടേക്ക് എത്തത്തുള്ളൂ എന്ന് പറഞ്ഞപ്പോഴത്തേക്കിന്റെ ഞങ്ങൾ ഇപ്പൊ തന്നെ റെഡി ആവൂല എന്ന് പറഞ്ഞുകൊണ്ട് കൃഷ്ണമോളും ബബിതയൊക്കെ കയറി പോവാണ് കേട്ടോ ഒരുങ്ങാനായിട്ട്. ഭയങ്കര സന്തോഷമാണ് നമ്മുടെ അലീനയുടെ കൂടെ ട്രിപ്പ് പോകുന്നതിന്. ഏതായാലും അവിടെ ചെന്ന് ഞാൻ പറഞ്ഞല്ലോ ഒരു മേളാങ്കം തന്നെ ആയിരിക്കും. അപ്പൊ ഇതൊക്കെ കോർത്തിണക്കി ഒരു അടിപൊളി വിശേഷമാണ് കേട്ടോ നാളെ വരാൻ പോകുന്നത്. മിസ് ചെയ്ത് കളയരുത്. പിന്നെ നിങ്ങളൊരു ചെറിയൊരു പ്രമോ നിങ്ങൾ കണ്ടു കാണും അല്ലെ, നമ്മൾ ഏഷ്യാനെറ്റിൽ ഒരു ചെറിയ പ്രമോ വന്നിട്ടുണ്ട്. അത് സ്റ്റാൻലി തന്നെയാണ് കേട്ടോ. അപ്പൊ സ്റ്റാൻലി കുറെ പട്ടികളെ ഇങ്ങനെ തൊടലില് 2 വശത്തും ഇങ്ങനെ പിടിച്ച് ഒരു വലിയൊരു കാട്ടിലൂടെ എന്തോ ഒരു ഫോറസ്റ്റ് ഏരിയയിൽ കൂടെ ഇങ്ങനെ പോകുന്ന ഒരു ഇതാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ എൻ്റെ റിയൽ സ്റ്റോറിക്കകത്ത വീഡിയോ സ്ഥിരം കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും നമ്മൾ ആ ഒരു ഭാഗമൊക്കെ കഴിഞ്ഞു പോയതാണ് കേട്ടോ. ഞാൻ പറഞ്ഞായിരുന്നു അലീനയുടെ അച്ഛനൊരു പട്ടി സ്നേഹിയാണെന്നും കുറേ പട്ടികളാണ് ആ വീട്ടിലുള്ളതെന്നും അലീന ആ വീട്ടിലേക്ക് എത്തുമ്പോഴുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഞാൻ റിയൽ സ്റ്റോറി ന്യൂവിനകത്ത് ഇട്ടിട്ടുണ്ട്. കഴിഞ്ഞു പോയതാണ് കേട്ടോ. ഞാൻ ആ കഥയൊക്കെ കഴിഞ്ഞ് നമ്മൾ പോയതാണേ. അപ്പം സ്ഥിരമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ മനസ്സിലാവും. അതിന്റെ ഇടയിലും കുറെ പേര് വന്ന് കമന്റ് ചെയ്യുന്നുണ്ടായിരുന്നു, ഇതൊക്കെ ഉള്ളതാണോ വരുമോ എന്നൊക്കെ. അപ്പം കുറച്ച് പേർക്കെങ്കിലും വിശ്വാസമൊക്കെ ആയി കാണും. നമ്മൾ കണ്ടിന്യൂസ്ലി ആയിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ എന്നും ഒരു ഉച്ചയ്ക്ക് 2:40 നമ്മുടെ അപ്കമിങ് വിശേഷം ഇടുന്നുണ്ട്. അപ്പം സ്ഥിരമായിട്ട് കാണുന്നവരോടല്ല, ഇനിയിപ്പം ആരെങ്കിലും ഇപ്പൊ പുതിയതായിട്ടൊക്കെ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. നമ്മൾ ഈ ഒരു ചാനലിൽ തന്നെ പോസ്റ്റിനകത്ത്, അതായത് കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന പോസ്റ്റിനകത്ത് നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ, ലിങ്ക് ഇട്ടിട്ടുണ്ട്. പോയി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. ഇനിയിപ്പോ നാളെ രാവിലെ ഫുൾ വിശേഷമായിട്ട് വരും. എന്നും രാവിലെ നമ്മളൊരു 7:30 കൂടി ഫുൾ വിശേഷം കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഫുൾ വിശേഷം ഉണ്ട്. അപ്പം അതും കാണുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. വീണ്ടും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഒക്കെ ഇതേപടി ഉണ്ടാവുന്ന പ്രതീക്ഷയോട് കൂടി നിർത്തിയാണ്. അപ്പൊ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ ടാറ്റാ ബൈ ബൈ.